+2 കെമിസ്ട്രി പരീക്ഷ കൂടി കഴിഞ്ഞപ്പോൾ കുട്ടികൾ ആകെ ടെൻഷനിലാണുള്ളത്. അവരുന്നയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മോഡൽ എക്സാം എന്തുകൊണ്ട് ഇത്രയൊന്നും ടഫായില്ല, ടൈം ടേബിളിൽ ഇത് ഇത്രയൊന്നും സമയം കിട്ടിയിട്ടില്ല പഠിക്കാൻ, അതേപോലെ തന്നെ അധ്യാപകർ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം എക്സാം നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഫ്യൂച്ചറിനെ ബാധിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും കൺസേൺ. ഇത് ഇവരുടെ ഭാവിയിലുള്ള ഡിഗ്രി അഡ്മിഷൻസിനെ ബാധിക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാംസിനെ ബാധിക്കുമോ. ഇതിൽ പറയാനുള്ളത്, എക്സാം ടഫാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ടഫാണ്. അപ്പം മുമ്പ് കഴിഞ്ഞ തവണ 99% അല്ലെങ്കിൽ 98% ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അഡ്മിഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എക്സാം എല്ലാവർക്കും ടഫ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള മാർക്കിന്റെ ക്രൈറ്റീരിയയിൽ മറ്റൊക്കെ ഡിഫറൻസ് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ടഫാണ്. അപ്പോൾ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലോജിക്കലി സ്പീക്കിംഗ്. അതേപോലെ തന്നെ എൻട്രൻസ് എക്സാംസ് ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ JEE, NEET, CUT ഇതിനൊന്നും +2 മാർക്കിന്റെ ഒരു ഭാഗവും പരിഗണിക്കുന്നില്ല. ഒരു ബേസിക് മിനിമം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി കീം എക്സാമിന് മാത്രമാണ് +2 മാർക്ക് പകുതി പരിഗണിക്കുന്നത്. അവിടെയും കഴിഞ്ഞ തവണ കീം എക്സാമിന് എല്ലാവർക്കും കൂടി മാർക്ക് കൂടിയിട്ട് സ്റ്റേറ്റിൽ എല്ലാവർക്കും 27 മാർക്കാണ് കുറച്ചത്. വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഒരുപാട് ആളുകൾക്ക് മുഴുവൻ A+ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി മാർക്കിംഗ് സ്കീം കുറച്ച് ടൈറ്റ് ആക്കുന്നത് കീമോ പോലത്തെ എക്സാം എഴുതുന്നവർക്ക് ഗുണമാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ അൾട്ടിമേറ്റ് ഗുണം എന്നുള്ളത്, നിങ്ങൾക്ക് കരിയറിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാത്തിനും നന്നായിട്ട് മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന ഡിസിഷൻസ് റോങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ആക്ച്വലി ഇനി എക്സാം കുറച്ച് ടൈറ്റ് ആയാലും നിങ്ങൾ എന്തിലേക്കാണ് ബെറ്റർ, എവിടേക്കാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറിന് ഇത് ബാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എല്ലാവർക്കും ടഫാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഡീസെന്റ് ആയിട്ട് എഴുതിക്കണമെങ്കിൽ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കുറച്ചും കൂടി ഡീപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത പരീക്ഷകൾ എഴുതാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് ടുവേർഡ്സ് യുവർ ഫ്യൂച്ചർ.